ആ ചേച്ചി പേരെന്താണ്? മല്ലിക. എന്തിനാ വർക്ക് ചെയ്യുന്നത്? ഹരിതകർമ്മസേന. അപ്പം ഇപ്പം വട്ടിയൂർക്കാവ് മണ്ഡലമാണല്ലോ വോട്ടിട്ട്. അപ്പം വോട്ടൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി എന്തായാലും ഒരു സർക്കാർ ഭരണത്തിൽ വരും. അപ്പം ചേച്ചിയുടെ ആഗ്രഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്? ഞങ്ങൾ ഈ പാനഞ്ചേരിയുണ്ട്. പാനഞ്ചേരിയിൽ ഞങ്ങൾ ബാത്റൂമിൽ പോണത് ഞങ്ങൾ എവിടെ നിന്നാലും വരണത് ഓഫീസിലാണ് വരണത്. ആര് ഭരിച്ചിരുന്നാലും എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു ബാത്റൂം കെട്ടിത്തരണം. ഒരു പൊതുവായിട്ട് നിങ്ങൾ പോകുന്ന റോഡുകളിൽ എവിടെയെങ്കിലും ഒരു ബാത്റൂം കെട്ടിത്തരണം. ബാത്റൂം സൗകര്യം ഇപ്പം നിങ്ങൾ വീടുകളിലാണല്ലേ? വീടുകളിലാണ്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴേ അവർ പറയും ഇവിടെ വെളിയിൽ ബാത്റൂം ഇല്ല. അവർക്ക് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കും. സ്വാഭാവികമായിട്ടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ നിങ്ങൾക്കൊരു പൊതുവായിട്ടുള്ള ഒരു ശൗചാലയം പണിയണമെന്നുള്ളതാണ്. ആര് ഭരിച്ചിരുന്നാലും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ നമുക്ക് ഇപ്പം ചാക്കില്ല. സർക്കാർ അതിനു വേണ്ടി ഒരു നിർബന്ധിച്ചായിരുന്നു. വെച്ചാൽ നമ്മൾ ചാക്ക് 13 രൂപ എടുത്തോണ്ട് വാങ്ങിക്കണം. ഇതിപ്പോ ശമ്പളം തരുന്നത് ഇവിടെ കോർപ്പറേഷനിൽ നിന്നാണ്? അതാ കോർപ്പറേഷനിൽ നിന്നാണ് തരുന്നത്. കോർപ്പറേഷനിൽ നിന്നാണ് തരുന്നത്. അപ്പൊ കൂടുതൽ ഇത് കോർപ്പറേഷൻ ബേസ് ഉള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. കോർപ്പറേഷൻ ആയിരിക്കും ഇത് എടുക്കേണ്ട തീരുമാനം, ഈ ടോയ്ലറ്റിന്റെ കാര്യമല്ല. അപ്പൊ എന്തായാലും നമുക്കിത് പബ്ലിക്കലി ഇത് റീച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെയൊക്കെ അടുത്ത് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ ശമ്പളം സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പം കിട്ടുന്നത്? ശമ്പളം നമുക്ക് തുച്ഛമായ പൈസ തന്നെ കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ നിന്നാണ് പിരിച്ചിട്ടുള്ളത്. അതെ, അതും കൂടി ബെറ്റർ ആവണമെന്ന് ആഗ്രഹം. വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? റോഡ് വികസനം വരണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ? ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ വട്ടിയൂർക്കാവിലുള്ള വികസനത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ.